ഫ്ലാഗ് ഓഫ് ചടങ്ങാണ്. ഈ ബോണ്ണതാലയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും. ഈ ബോണ്ണതാല 2025 തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന ബോണ്ണതാല 2025 13ാമത്തെ ബോണ്ണതാലയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. 2013 ഈ ബോണ്ണതാലയ്ക്ക് തൃശ്ശൂർ തുടക്കം കുറിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് പിതാവുണ്ട്. ആൻഡ്രൂസ് പിതാവാണ് ഈ ബോണ്ണതാലയുടെ ഒരു മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ളത്. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി ആർ ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖർ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പിതാവ് റോമിൽ നിന്നും എത്തിയിട്ടുണ്ട്. വിശിഷ്ട വ്യക്തിയായി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കണ്ട്. ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിച്ചിരിക്കുന്നു. 2025 ബോണ്ണതാലയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിച്ചിരിക്കുന്നു. സെൻറ് തോമസ് കോളേജിന് മുന്നിൽ വെച്ച് ബോണ്ണതാല ഇതാ പതിയെ മുന്നോട്ട് നീങ്ങുന്ന ഒരു ദൃശ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ തുടക്കമായിരിക്കും. ബോണ്ണതാല 2025 തുടക്കം കുറിച്ചിരിക്കുന്നു. അത് വലിയ ആവേശപൂർവ്വം തൃശ്ശൂർ കാത്തിരുന്ന ബോണ്ണതാലയുടെ തുടക്കം കുറിച്ചിരിക്കുന്നു. 2025 ഈ ബോണ്ണതാല കാണുന്നതിനൊക്കെയായി അതിൽ പങ്കെടുക്കുന്നതിനായി ഏകദേശം 100 കണക്കിന് ആളുകളാണ് തൃശ്ശൂരിൻ്റെ ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും നിരവധി ആളുകളുണ്ട്. ഏകദേശം 15,000-ഓളം പാപ്പമാർ ഈ ഒരു ബോണ്ണതാലിൽ പങ്കെടുക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിലുള്ള 210ഓളം ദേവാലയങ്ങൾ നിന്നായി 15,000-ഓളം പാപ്പമാർ അണിനിരക്കുന്ന വലിയ ഒരു ബോണ്ണതാല റാലിക്കാണ് ഇപ്പോൾ നമുക്ക് തുടങ്ങിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഈ ബോണ്ണതാലിൽ അണിനിരക്കുന്നു എന്നതാണ്. അതിൻ്റെ മുൻനിരയിൽ തന്നെ നമുക്ക് പങ്കെടുക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, സുരേഷ് ഗോപി, അതുപോലെ സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, തൃശ്ശൂരിൻ്റെ പുതിയ നഗര പിതാവ് ആയിട്ടുള്ള അധ്യക്ഷ ഡോക്ടർ നിജി ജസ്റ്റിൻ അടക്കമുള്ളവർ ഈ ഒരു ഘോഷയാത്രയിലായിട്ട് പങ്കെടുക്കുന്നുണ്ട്. വലിയ ആവേശപൂർവ്വം ആണ് ഈ ബോണ്ണതാലയുടെ തുടക്കം എന്ന് പറയുന്നത്. ഏകദേശം 15ഓളം വലിയ ടാബ്ലോകൾ ഈ ഒരു ഘോഷയാത്രയിൽ അണിനിരക്കും. അത് വലിയ ശ്രദ്ധേയമായി മാറും. അങ്ങനെ ബോണ്ണതാല ഇപ്പോൾ പതിയെ സെൻറ് തോമസ് കോളേജിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതിനായി പോയിക്കൊണ്ടിരിക്കുന്നു. ഒട്ടേറെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, വിവിധ സഭയുടെ പിതാക്കന്മാർ ഒക്കെ ഈ ഒരു ഘോഷയാത്രയിൽ പങ്കാളികളാകുന്നു എന്നതാണ് ഇതിനെ ഏറ്റവും മനോഹരമാക്കി മാറ്റുന്നത്. കർദിനാൾ ജോർജ് കൂവക്കാട്ട് പിതാവ് അടക്കമുള്ളവർ ഈ ഒരു ബോണ്ണതാലയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. ആൻഡ്രൂസ് പിതാവ്, അതോടൊപ്പം തന്നെ യാക്കോബായ സഭയുടെ പുതിയൊരു ചരിത്രത്തിന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു. ബോണ്ണതാല 2025 ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര ക്യാബിനറ്റ് ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ബോണ്ണതാല 2025 മെറി ക്രിസ്മസ് എന്ന് ഇറ്റാലിയൻ ഭാഷയിൽ അർത്ഥമുള്ള ബോണ്ണതാലെ ആ വാക്ക് തൃശ്ശൂരിൻ്റെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ. ബോണ്ണതാല 2025 ആ എഡിഷൻ 13ാമത്തെ എഡിഷൻ ഇതാ തൃശ്ശൂരിൻ്റെ മണ്ണിലൂടെ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും മുൻനിരയിൽ തന്നെ മന്ത്രിമാരെ നമുക്ക് കാണാൻ സാധിക്കും, അഭിനന്ദ പിതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ആവേശം തന്നെ പകർന്നുകൊണ്ട് തന്നെയാണ് ഈ ബോണ്ണതാല 2025 13ാമത്തെ ഒരു എഡിഷൻ തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷമായിട്ടുള്ള ക്രിസ്മസ് ഘോഷയാത്രയായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായിട്ടുള്ള ബോണ്ണതാല 2025 തൃശ്ശൂരിൻ്റെ മണ്ണിൽ ആരംഭിച്ചിരിക്കുന്നു. തൃശ്ശൂരിൻ്റെ മണ്ണിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. വലിയ ആവേശത്തിൽ തന്നെയാണ് ഇനി തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ടിൻ്റെ ആ ഒരു മണ്ണ് ആ ക്രിസ്മസ് ആഘോഷങ്ങളാൽ, ക്രിസ്മസ് ഗീതങ്ങളാൽ, ക്രിസ്മസ് നൃത്ത ചുവടുകളാൽ മുഖരിതമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ട് ഇതാ അല്പസമയത്തിനകം തന്നെ ക്രിസ്മസ് പാപ്പമാർ കീഴടക്കാൻ പോകുന്നു. 15,000-ഓളം പാപ്പമാരാണ് ക്രിസ്മസിൻ്റെ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം ലോകത്തോട് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് നൃത്തച്ചുവടുകളുമായി ഗാനങ്ങളും ഒക്കെ ആലപിച്ചുകൊണ്ട് തങ്ങളുടെ തനതായിട്ടുള്ള തൃശ്ശൂരിൻ്റെ തനതായിട്ടുള്ള ആ ഒരു ശൈലിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ആഘോഷങ്ങളുടെ നഗരമാണ്
നാടാണ്, ആഘോഷങ്ങളുടെ ആ ഒരു നാടാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ ആഘോഷങ്ങളിലെ ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിലെ ക്രിസ്മസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആഘോഷമായി മാറുകയാണ് ബോൺ നഥാലെ 2025. മുൻനിരയിൽ തന്നെ അഭിനന്ദ പിതാക്കന്മാരുടെയും കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇതാ ബോൺ നഥാലെ 2025 ആഘോഷയാത്ര, ചരിത്രത്തിലെന്നും അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആഘോഷയാത്ര. 2013 മുതൽ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ, പുതുവത്സര കാലഘട്ടത്തിൽ തൃശ്ശൂരിൻ്റെ ആഘോഷങ്ങളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആ ഒരു ബോൺ നഥാലെ 2025 ക്രിസ്മസ് ഘോഷയാത്ര ഇതാ ആ സ്വരാജ് റൗണ്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത്. തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ട് ലോകത്തിൻ്റെ, കേരളത്തിൻ്റെ ഒപ്പം തന്നെ തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ, കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശികൾ പോലും ബോൺ നഥാലെയുടെ ആ ഒരു ആഘോഷ തനിമ കേട്ടറിഞ്ഞ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ, ആ ക്രിസ്മസ് ആഘോഷങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയുവാൻ വേണ്ടി വിദേശികൾ പോലും തൃശ്ശൂരിൻ്റെ സ്വരാജ് റൗണ്ടിൽ തൃശ്ശൂർ പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും, ഓരോ വർഷം കഴിയും തോറും ആ ബോൺ നഥാലെയുടെ ആ മഹത്വം, ആ ഒരു പ്രൗഢി, ആ ഒരു ആഘോഷത്തിന് അത് കുറയുന്നില്ല, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വലിയ രീതിയിലുള്ള സർപ്രൈസുകൾ ബോൺ നഥാലെ ഈ ഒരു ഘോഷയാത്ര ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ് ബോൺ നഥാലെ എന്ന് പറയുന്നത്. നേരത്തെ പ്രേക്ഷകർ കണ്ടു, അംഗപരിമിതരായിട്ടുള്ളവരൊക്കെ ആ വീൽ ചെയറിൽ നിന്നുകൊണ്ട് ആ ക്രിസ്മസ് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നു. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, രോഗികളായിക്കോട്ടെ, വൃദ്ധരായിക്കോട്ടെ, പാവപ്പെട്ടവരായിക്കോട്ടെ, കൊച്ചുകുട്ടികളായിക്കോട്ടെ, യുവജനങ്ങളായിക്കോട്ടെ, എല്ലാവരും ഒന്നു ചേർന്നുള്ള ഒരുമയുടെ ഐക്യത്തിൻ്റെ ഒരു ആഘോഷമാണ് ബോൺ നഥാലെ എന്ന് പറയുന്നത്. അതാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ അതിർവ